ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50 ഡേയ്സ് സ്ട്രാറ്റജി ഫോർ ദ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. സോ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഒരു സ്ട്രാറ്റജി വേണം, എങ്ങനെ വേണം ഇനി 50 ദിവസത്തിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി പഠിച്ചാൽ മതിയോ എന്നുള്ള എല്ലാവരുടെയും ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടായിരുന്നു ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മൾ വലിച്ചുവാരി പഠിക്കുകയല്ല വേണ്ടത്, ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ, നേരത്തെ നമ്മൾ നോക്കിയിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം റിവൈസ് ചെയ്യുകയാണ്. ഇനി റിവിഷൻ്റെ ഒപ്പമുള്ള പഠനമാണ് നമുക്ക് വേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ യൂസ് ചെയ്ത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ യൂസ് ചെയ്ത് എങ്ങനെ ഓരോ ടോപ്പിക്കും റിവൈസ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. അതുകൂടാതെ ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി നമുക്ക് റിവിഷൻ നടത്താം. അതുപോലെ അത് നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രത്യേകമായിട്ട് പഠിക്കാം, സെലക്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് നോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിലെ നോട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയലിൽ മാർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം പഠിച്ചെത്താൻ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ നോട്ട്സും ഒന്ന് വായിച്ചെത്താൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ പുതിയ ടോപ്പിക്കുകൾ ഇനിയും പഠിക്കാനുണ്ടല്ലോ എന്നൊരു ടെൻഷൻ അപ്പുറത്തുണ്ടാകും. അപ്പോൾ ഓൾറെഡി ഉള്ളത് തീർത്തില്ല എന്നൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങൾ, ഓൾറെഡി പഠിച്ചു പോയ കാര്യങ്ങൾ കൃത്യമാക്കുക, അതിനി തെറ്റിപ്പോവാത്ത രീതിയിൽ അത് ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതുപോലെ വിട്ടുപോയ ടോപ്പിക്കുകൾ, ഒരു ടോപ്പിക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിട്ടുപോവാതെ നമുക്ക് എങ്ങനെ പഠിക്കാമെന്നൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇതിൽ പറയാൻ പോകുന്നത് ഹൗ ടു റിവൈസ് യൂസിങ് പ്രീവിയസ് പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ റിവിഷൻ നടത്താം, അതുപോലെ തന്നെ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതുപോലെ എന്താണ് അതിൽ പഠിക്കേണ്ടത് എന്നും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും കറണ്ട് അഫയേഴ്സ്, GK, സയൻസ്, IT ആൻഡ് സൈബർ ലോ, ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ്, റീസണിങ്, ഇതിൽ ഓരോ ടോപ്പിക് വൈസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു വീഡിയോയിൽ തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ് ആവണം എന്നില്ല. അപ്പോൾ അത് ഓരോ പാർട്ടായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് പേപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ റിവിഷൻ നടക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക, ഒരു എക്സാം പോലെ അറ്റൻഡ് ചെയ്യുക. മെയിൻലി ആദ്യം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ പ്രിഫർ ചെയ്യുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് അല്ലേ, അതെല്ലാം എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതായത് ഓരോ ടോപ്പിക്കിൽ ചില ടോപ്പിക്കുകൾ ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഞാൻ ടച്ച് ചെയ്തിട്ടേ ഇല്ല. ചില ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി നേരത്തെ എപ്പോഴോ പഠിച്ചതാണ്, നോട്ടൊക്കെ എഴുതി വെച്ചതാണ്, പക്ഷെ അത് മറന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് യഥാർത്ഥത്തിലുള്ള എക്സാമിന് വരാൻ പാടില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ നോക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സാം എഴുതി നോക്കുമ്പോൾ ഓരോ ടോപ്പിക്കിലും നമ്മുടെ ആ ഒരു ലെവലും അതുപോലെ നമ്മുടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ, മെമ്മറി റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും, എത്രമാത്രം ഓർമ്മയുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഒന്നുകൂടെ പഠിക്കുക. ഇതുവരെ നമ്മൾ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ അയ്യോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പക്ഷെ ഞാനിത് പഠിച്ചിട്ടേ ഇല്ല, അപ്പോൾ അതെന്തായാലും നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് റിവിഷൻ നടക്കും, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതിൻ്റെ ഒപ്പം തന്നെ പഠനവും റിവിഷനും നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയല്ലാതെ നമ്മളൊരു റാങ്ക് ഫയൽ എടുത്തു വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠനം തുടങ്ങുകയാണെങ്കിൽ ഇനി അത് എവിടെയും എത്താൻ പോകുന്നില്ല. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ഗുണവും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഓൾറെഡി പഠിച്ചിട്ടുള്ള പോർഷൻസ് ആണെങ്കിൽ ആ നോട്ട്സൊക്കെ റിവൈസ് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അങ്ങനെ പോവുക. അപ്പോൾ കുറേ ടോപ്പിക്സ് ഒക്കെ കവർ ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു അത്യാവശ്യം കോൺഫിഡൻസ് ആകും, കുറേ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ തന്നെ കോൺഫിഡൻസ് ആകും. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്, വെറുതെ കുറേ ടോപ്പിക്സ് പഠിക്കുകയല്ല വേണ്ടത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ പറയും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും പറയാം. തന്നെ ഹൗ ടു സ്റ്റഡി ഫോർ ദ ലാസ്റ്റ് 50 ഡേയ്സ്, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൺലി നോക്കി സെലക്ട് ചെയ്ത് പഠിക്കുക. ദെൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നമ്മൾ മാത്സും മെൻ്റൽ എബിലിറ്റിയാണ് പ്രാക്ടീസ് ചെയ്യുക.
ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മാത്സിൻ്റെ തന്നെ ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് ഒരു ടോപ്പിക് എടുത്തു. ആ ടോപ്പിക്കിൽ തന്നെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പെർസെൻറ്റേജ്, ലാഭം, നഷ്ടം, അങ്ങനെയുള്ള ഓരോ ടോപ്പിക്കിനകത്തും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അത് നമ്മൾ പല പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഈ ഒരു ടൈപ്പിലൊക്കെ വരും. അപ്പോൾ നമ്മളത് പ്രാക്ടീസ്ഡ് ആണ് ഓൾറെഡി എങ്കിൽ, നമ്മൾ ഓൾറെഡി അത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ഒരു തവണയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു തപ്പലുണ്ടാവില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോൾ അയ്യോ ഈ രീതിയിലുള്ളത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇതിൻ്റെ ഇക്വേഷൻ എനിക്ക് അറിയില്ലല്ലോ, ആ ഒരു പെട്ടെന്നൊരു പരിഭ്രമം നമുക്ക് ഒഴിവാക്കാം. ചിലപ്പോൾ നമുക്കത് കുറച്ചു നേരം ഇരുന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മുടെ കുറച്ചും കൂടി ടൈം സേവ് ചെയ്യും, നമ്മുടെ ഒരു കോൺഫിഡൻസ് പോവാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ. അതിനെല്ലാ ദിവസവും കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേ മതിയാവും. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്സിലും മെൻ്റൽ എബിലിറ്റിയിലും ഒക്കെ റീസണിങ്ങിലും ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ടായിരിക്കും, ചില ഇക്വേഷൻസ്. അപ്പോൾ ഇക്വേഷൻസ് അത് എന്തായാലും ബൈഹാർട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഇനി കുറച്ച് ഷോർട്ട് കട്ട് ട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഷോർട്ട് കട്ടിലേക്ക് പോവാതെ കാര്യം അറിഞ്ഞിട്ട് മാത്രം ഷോർട്ട് കട്ടിലേക്ക് പോവുക, അതൊരു കാര്യമുണ്ട്. പിന്നെ ഒരു പേപ്പറിൽ ഷീറ്റിൽ എഴുതി വെക്കുക ഈ ഇക്വേഷൻസ് ഒക്കെ. നമുക്ക് എല്ലാം കൂടി ഒരൊറ്റ ഷീറ്റിലാക്കി എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാമിന് നമുക്ക് അവസാന നേരത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാനായിട്ട്, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തു വെക്കുക ഇക്വേഷൻസിൻ്റെ കാര്യത്തിൽ. ഇനി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആണെങ്കിൽ ഞാൻ പറഞ്ഞു വൊക്കാബുലറി, കുറേ കാര്യങ്ങൾ വൊക്കാബുലറിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ഗ്രാമർ പോർഷൻ ടഫാന്ന് പറയുന്നവർക്ക് വൊക്കാബുലറിയിൽ കുറേ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് അതിൽ ഉറപ്പിക്കാൻ സാധിക്കും. അതിനുശേഷം ഗ്രാമർ ബുദ്ധിമുട്ടാണെങ്കിൽ അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ തന്നെ എളുപ്പത്തിലുള്ള ഗ്രാമർ സെഷൻസ് ഉണ്ട്, അതൊക്കെ ആദ്യം നോക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെയും ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ജനറൽ കാര്യങ്ങളും അതുപോലെ കറണ്ട് അഫെയർസും മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. GK ആൻഡ് കറണ്ട് അഫെയർസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രധാനമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ വെരി ഷോർട്ട് നോട്ട്സ് തന്നെയായിരിക്കണം. നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള നോട്ട്സ് മതി, ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് റിവൈസ് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, അത് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു, നമുക്ക് മാർക്കൊക്കെ കിട്ടി, ആയിക്കോട്ടെ. ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്കിൻ്റെ അണ്ടറുള്ളൊരു ക്വസ്റ്റ്യൻ എടുത്തു. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പ്, ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടർ, ഇപ്പോൾ നമ്മൾ സിലബസ് എടുത്തു, ആ സിലബസിനകത്ത് ഒരു ടോപ്പിക്ക് കണ്ടു, ആ ടോപ്പിക്കിനടിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കും. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഈ ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പം നമ്മളിപ്പോൾ കേരള ഹിസ്റ്ററി ഒരു ഹിസ്റ്ററി എടുത്തു. ഹിസ്റ്ററിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ നോക്കി, ഹിസ്റ്ററിയിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കി. അപ്പോൾ ആ ഒരു ഏരിയ മനസ്സിലാകും. അല്ലാതെ നമ്മളിപ്പോൾ റാങ്ക് ഫയൽ എടുത്ത് വെച്ച് കേരള ഹിസ്റ്ററി പഠിക്കാൻ നോക്കിയാൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടി വരും. എന്നാൽ അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല താനും. കാരണം കുറേ ടോപ്പിക്കുകൾ ഇപ്പോൾ റാങ്ക് ഫയലിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഉണ്ടാവും. ആ ടോപ്പിക്കുകളിൽ നിന്ന് പലതിലും മുക്കാഭാഗത്തോളം ചോദിക്കാറില്ലാത്ത പോർഷൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ട, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് സ്റ്റഡി ഓൺലി ദാറ്റ് ടോപ്പിക്സ് ഫ്രം ദ റാങ്ക് ഫയൽ. റാങ്ക് ഫയൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക, അത് കണ്ടെത്തി പഠിക്കുക. ദെൻ മേക്ക് ഷോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ് അത് കേട്ടോ. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഹു വാസ് ദ മാർട്ടിയർ ഓഫ് പാലിയം സത്യാഗ്രഹ അറ്റ് കൊച്ചി ഇൻ 1948? അപ്പോൾ ഇവിടെ ചോദിക്കുന്ന പാലിയം സത്യാഗ്രഹ അറ്റ് കൊച്ചി ഇൻ 1948. ഹു വാസ് ദ മാർട്ടിയർ ഓഫ് ദ പാലിയം സത്യാഗ്രഹ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാലിയം സത്യാഗ്രഹ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്? കേരള ഹിസ്റ്ററിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ കേരള ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി എന്ന് എഴുതിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ടോപ്പിക്ക് നമ്മൾ എഴുതി വെച്ചു. എന്താണ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലഹളകൾ, സത്യാഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, അത് ചോദിച്ചിട്ടുണ്ട്. ഇനി കേരള ഹിസ്റ്ററിയിൽ വേറെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ടൈം കൺസ്യൂമിങ് ആണ്, അങ്ങനെയാണ് തോന്നുന്നതാണെങ്കിൽ ഞാനിപ്പം ഓരോ ഇതിലും ഓരോ ടോപ്പിക് വൈസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കും ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടി. പാലിയൻ സത്യാഗ്രഹ അറ്റ് കൊച്ചി 1948. 1948 രക്തസാക്ഷിയായത്. പക്ഷേ പാലിയൻ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1947. അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിൻ്റെ ഒപ്പം നമ്മൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓരോന്നിലും ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലാതെ കേരള ഹിസ്റ്ററിയിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എല്ലാ ടോപ്പിക്കും റാങ്ക് ഫയലിൽ നോക്കാൻ പോകരുത്. പിന്നെ വാട്ട് ടു സ്റ്റഡി ഓർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദ കറണ്ട് അഫെയർസ്. കറണ്ട് അഫെയർസിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. വാട്ട് ടു സ്റ്റഡി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദ കറണ്ട് അഫെയർസ് സെക്ഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അത് നോക്കൂ. ആദ്യം തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ കറണ്ട് അഫെയർസിൻ്റെ സിലബസ് ഇതാണ് നമ്മുടെ PSCയുടെ സിലബസ് ആക്ച്വലി. അതായത് ഇമ്പോർട്ടൻറ്റ് വേൾഡ്, നാഷണൽ ആൻഡ് റീജിയണൽ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ പൊളിറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്, പിന്നെ സ്പോർട്സ്, സിനിമ, അവാർഡ്, ലിറ്ററേച്ചർ എന്നിവയൊക്കെ വരും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്ന് അവാർഡുകളാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഓസ്കാർ അവാർഡ് ഉണ്ടെങ്കിൽ ഓസ്കാർ അവാർഡ് ചോദിക്കും. നൊബേൽ പ്രൈസ് ആ സമയത്ത് അടുത്താണെങ്കിൽ അത് ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓസ്കാറിൻ്റെയും നൊബേലിൻ്റെയും ഒക്കെ ഞാൻ ഓൾറെഡി ട്രിക്സ് അടക്കം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അത് വാച്ച് ചെയ്യാം. ഇനി ഭാരതരത്ന ലഭിച്ചത് ആർക്ക്, അങ്ങനെ അതൊക്കെ വളരെ കുറച്ചല്ലേ പഠിക്കാനുള്ളൂ. പിന്നെ പത്മ അവാർഡ്, ഇപ്പോൾ അടുത്തിടെ പത്മ അവാർഡ് കൊടുത്തു. ആർക്കൊക്കെയാണ്? അപ്പം എല്ലാം വിഭൂഷൺ എല്ലാം പഠിക്കേണ്ട കാര്യമില്ല, നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതായത് പത്മവിഭൂഷൺ ആർക്കാണ് കിട്ടിയത്, പത്മശ്രീ ഇപ്പം എല്ലാവർക്കും കിട്ടിക്കാണും, കുറേ പേർക്ക് കിട്ടിക്കാണും. അത് അത്രയും നമ്മുടെ പേരുകൾ ഓർത്തിരിക്കേണ്ട. എന്നാലും നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടിയവർ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ. ഇനി ലിറ്ററേച്ചർ അവാർഡ് മുമ്പ് കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനെ ഒരുപാട് അല്ലേ, മാതൃഭൂമി അവാർഡ്, അങ്ങനെ കുറേ അവാർഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാത്തിൻ്റെയും ഏറ്റവും ലേറ്റസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കി വെക്കുക, അതിന് തൊട്ട് മുന്നത്തെയും കൂടി നോക്കി വെക്കുക. കാരണം അങ്ങനെയും ചോദിക്കാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മാത്രമല്ല, അതിന് മുന്നത്തെയും കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി നോക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ ഏത് കൃതിക്കാണ് കിട്ടിയിരിക്കുന്നതെന്നും അതുപോലെ അത് നോവലാണോ ചെറുകഥയാണോ അങ്ങനെയും കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ചെറുതായിട്ട് അതും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ കപ്പിൻ്റെ ഇപ്പോൾ അടുത്ത് നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ചോദിച്ചതാണ്. 2018 ഫിഫ വേൾഡ് കപ്പിനെ പറ്റി ആരാണ് ജേതാക്കൾ, ആർക്കാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ്, ഗോൾഡൻ ഗ്ലൗ അവാർഡ് ആർക്കാണ്, അങ്ങനെ അത് മാറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനിൽ അത് കാണാവുന്നതാണ്. അതിൻ്റെ പ്ലേലിസ്റ്റിൽ കാണാം. പിന്നെ ഒളിമ്പിക്സ്, ഇനി അടുത്ത ഒളിമ്പിക്സ് എന്നാണ് വരാൻ പോകുന്നത്, കഴിഞ്ഞ ഒളിമ്പിക്സ് എവിടെയായിരുന്നു, അതിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമായിരുന്നു, അങ്ങനെയുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യക്ക് ആദ്യമായിട്ട് മെഡൽ നേടിയത് ഏത് വിഭാഗത്തിലായിരുന്നു, ആർക്കായിരുന്നു. ഓക്കെ. ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് ആരായിരുന്നു, അതിൻ്റെ തുടക്കത്തിലുള്ള ചടങ്ങിൽ ആരായിരുന്നു പതാക ഏന്തിയത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ അതൊക്കെ നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ പ്രീവിയസ്ലി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കതിന് കിട്ടും. പിന്നെ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുമ്പോൾ വിംബിൾഡൺ, ഓസ്ട്രേലിയൻ കപ്പ്, അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, അങ്ങനെയുള്ളത് അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ. ദെൻ ക്രിക്കറ്റിൻ്റെ പ്രധാനമായിട്ട് നടന്ന T20 അല്ലെങ്കിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു വിമൻസ് ക്രിക്കറ്റിനെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നേടാൻ നോക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇത്രയും പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത്രയും മാർക്കുകൾ ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ കറണ്ട് അഫെയർസിൽ ഇത് ഏഷ്യൻ ഗെയിംസ് ലാസ്റ്റ് നടന്ന എവിടെയാണ്, ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി നാഷണൽ ഗെയിംസ്, കേരളത്തിലെ നാഷണൽ ഗെയിംസ് നടന്നപ്പോൾ ആരായിരുന്നു അതിൻ്റെ അംബാസഡർ എന്ന് പറയുന്നത്, അപ്പോൾ ഗുഡ്വിൽ അംബാസഡർ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതുപോലെ നാഷണൽ ഗെയിംസ് കഴിഞ്ഞ് നടന്നത് എവിടെയാണ്. ഇനി നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ്
അതുപോലെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർത്തു വയ്ക്കുക. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അതോടെ വിട്ടുപോയതാണ്, അതുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഉണ്ട്. സ്റ്റേറ്റ് ഫിലിം അവാർഡ് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ മാത്രം പഠിക്കുക. കേരള ലിറ്ററേച്ചർ അവാർഡ്സ് ആണ് ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഉള്ളത്, എല്ലാവർക്കും ഉള്ള ജ്ഞാനപീഠം, അതുപോലെ സരസ്വതി സമ്മാൻ, അങ്ങനെയുള്ള അവാർഡ്സും കൂടിയൊക്കെ നോക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ അവാർഡ്സ് ഇത് മാത്രമല്ല, ഇത് കൂടാതെയും ഉണ്ട് അവാർഡുകളൊക്കെ. അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ടോപ്പിക് കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഏതോ അവാർഡ്സ് കൂടി കുറച്ചും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുപോലെ ബുക്ക് പ്രൈസ്, അങ്ങനെയുള്ള അവാർഡുകളുണ്ട്. കൂടാതെ ഇനി പ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ്സ് ആണ്. അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, സ്പീക്കർ ആരാണ്, അറ്റോർണി ജനറൽ ആരാണ്, ദെൻ സോളിസിറ്റർ ജനറൽ ആരാണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്, ഇലക്ഷൻ കമ്മീഷണർ ആരാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്, സ്റ്റേറ്റ് ഹ്യൂമൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്, അതുപോലെ വുമൻ കമ്മീഷൻ, നാഷണൽ വുമൻ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്, അതുപോലെ സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ അപ്പോൾ ഇതിലുണ്ട് സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ, SC/ST കമ്മീഷൻ, ലോകപാൽ ആരാണ്, ലോകായുക്ത ആരാണ്, ISROയുടെ ചെയർമാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ദെൻ മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ISROയുടെ എന്തെങ്കിലും പുതുതായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളും കറണ്ട് അഫെയർസിൽ വരും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള, ഇപ്പോൾ പുതുതായിട്ട് ഒരു വിക്ഷേപിച്ചിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത്, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, കുറേ സമ്മിറ്റുകൾ 20 സബ്മിറ്റ്, അങ്ങനെയുള്ള ഓരോരോ സമ്മിറ്റുകൾ, ഉച്ചകോടികൾ, അതുപോലെയുള്ള സമ്മിറ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കും. ദെൻ ബ്രിക്സ്, അങ്ങനെയുള്ള കുറച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, പേപ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക. ഇനി ഏതെങ്കിലും പുതിയ സ്കീമുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറണ്ട് അഫെയർസിൽ ചോദിക്കുന്നതാണ്. പുതിയ സ്കീമുകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ കഴിയില്ല. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്, സ്കീമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അത് കാണിക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ദെൻ www.bvmohan.com നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഈ പറഞ്ഞ ഇതിലൊക്കെയുള്ള നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും സജഷൻസ് എല്ലാം അറിയിക്കുക, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ ബാക്കി പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഈ കറണ്ട് അഫെയർസിൻ്റെ ഞാൻ പറഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ വീഡിയോസ് കിട്ടിയില്ലെങ്കിൽ പറയുക, ഞാൻ കമൻറ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. t.me/mynotebook.psc എന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, വാട്സപ്പ് ഗ്രൂപ്പ് ബ്രോഡ്കാസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 7510893107 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങളെ ജോയിൻ ചെയ്യിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. വൺസ് അഗെയിൻ ഈ ഒരു ചാനലിന് തന്ന എല്ലാ സപ്പോർട്ടും എൻ്റെ ബ്ലോഗിനും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.